കണ്ണൂർ അഴീക്കലിനടുത്ത് പുറംകടലിൽ കത്തിയ സിംഗപ്പൂർ വാൻഹായ് 503 കപ്പലിൽ നിന്നുള്ള ടാങ്കറും ലൈഫ് ബോട്ടും ആലപ്പുഴ തീരത്ത് അടിഞ്ഞു. കാകാക്കാഴം പുറക്കാട് തീരങ്ങളിലാണ് ബോട്ടും ടാങ്കറും കണ്ടെത്തിയത്. ടാങ്കർ ശൂന്യമെന്നും അപകട സാഹചര്യമില്ലെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കിയതോടെയാണ് ആശങ്ക ഒഴിഞ്ഞത്. കൊച്ചി പുറംകടലിൽ മറിഞ്ഞ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഒഴുകിയെത്തി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് വാൻഹായ് 503 നിന്നുള്ള ടാങ്കർ ആലപ്പുഴയുടെ തീരത്ത് ആശങ്ക പരത്തിയത്. ഇന്ന് പുലർച്ചെയോടെയാണ് തീരത്ത് ടാങ്കർ അടിഞ്ഞത്. ഇന്നു മുതൽ 18 വരെ എറണാകുളം ജില്ലയുടെ തെക്കൻ തീരങ്ങളിലും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരപ്രദേശങ്ങളിലും കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ എത്തുമെന്ന് കോസ്റ്റ് ഗാർഡും ഇന്റർനാഷണൽ ടാങ്കർ ഓണേഴ്സ് പൊല്യൂഷൻ ഫെഡറേഷനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ രാത്രി പുറക്കാട് തീരത്ത് ആദ്യം ഒഴുകിയെത്തിയത് കപ്പലിൽ നിന്നുള്ള ലൈഫ് ബോട്ടായിരുന്നു. രാവിലെയോടെ ടാങ്കർ കാക്കാഴം തീരത്ത് അടിഞ്ഞു. ടാങ്കറിൽ അപകടകരമായ വാതകമുണ്ടാകാൻ ഇടയുണ്ടെന്ന വിവരം പ്രദേശത്ത് പരന്നതോടെ ആളുകളെ ഒഴിപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സ്ഥലത്തെത്തി ടാങ്കർ ശൂന്യമാണെന്നും അപകട സാഹചര്യമില്ലെന്നും വ്യക്തമാക്കിയതോടെയാണ് ആശങ്കകൾക്ക് വിരാമമായത്. നിലവിലെ നമ്മൾ അറിയിപ്പനുസരിച്ച് ഈ കണ്ടെയ്നർ നമ്പർ വെച്ച് വെരിഫൈ നോക്കും ഇത് MD ആണെന്നാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ നമ്മൾ സൗണ്ട് കേട്ടിട്ട് ആ രീതിക്കാണ് തോന്നുന്നത് MD ആണ്. അപ്പം MD ആണെങ്കിലും ഇത് നിറയാണെങ്കിൽ തന്നെയും നമുക്ക് ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് എക്സ്പേർട്ട് ചെയ്യും. അതിന് എക്സ്പേർട്ട് ടീം സാൽവേജിൻ്റെ ടീമുണ്ട്. അപ്പോൾ അവർ തന്നെ വന്ന് ഇത് കൈകാര്യം ചെയ്യണം. നമ്മൾ പറയുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുമില്ല, ടോ ചെയ്ത് എവിടെയെങ്കിലും കടപ്പുറത്തോട്ട് കൊണ്ടുപോയി റീഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ക്രമീകരണം ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ക്രമീകരണം ചെയ്യാം. അത് അവർ തീരുമാനിക്കണം. എന്താണ് ഇതിനകത്തുള്ള മെറ്റീരിയൽ വ്യക്തത വരുത്തിയതിന് ശേഷം തീരുമാനിക്കേണ്ട വിഷയമാണ്. കസ്റ്റംസുകാർ വരണം. കസ്റ്റംസുകാർ വന്നേ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് കസ്റ്റംസുകാർ വരണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതേ പ്രൊസീജിയർ തന്നെ കസ്റ്റംസുകാർ വന്ന് ഇത് ഏറ്റെടുത്തു. അവർ അതിനകത്ത് എവിടെയെങ്കിലും റീകൺവേ ചെയ്ത് ഒന്നുകിൽ ഇവിടുന്ന് നേരിട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവിടെ ഒരു പോർട്ടിൽ എത്തിച്ച് ക്രമീകരണം ചെയ്യുകയാണ്. ലൈഫ് ബോട്ടും ടാങ്കറും വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. കപ്പൽ കമ്പനി പ്രതികരിക്കാത്തതിനാൽ മറൈൻ എൻഫോഴ്സ്മെൻറ്റും കസ്റ്റംസും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ടാങ്കറും ബോട്ടും തീരത്തു നിന്നും മാറ്റും. ആലപ്പുഴയിലെ കൂടാതെ ചെല്ലാനത്തും കപ്പലിലേതെന്ന് കരുതുന്ന വീപ്പ അടിഞ്ഞിട്ടുണ്ട്. ജനം, ആലപ്പുഴ.